ഡോക്ടർ റോബിൻ ഒരു സൈഡിലുണ്ടെന്നോ അഖിൽമാരാർ ഒരു സൈഡിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂല. മെമ്പർഷിപ്പിന് അപേക്ഷിക്കണം. ഇപ്പൊ ഫംഗ്ഷൻസ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞാറ് തുടങ്ങി. ഏതാണ്ട് പൊസിഷൻ പ്രസിഡന്റ്. ഞാനാണ് പ്രസിഡന്റ് സംഘടനയുടെ. അപ്പൊ ഇത് തുടങ്ങാനുള്ള ഒരു കാര്യം തരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മാധ്യമ മേഖലയിലാണുള്ളത്. ഇപ്പോഴും ഇതും മാധ്യമ മേഖലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഈ മാധ്യമ മേഖല ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ഉൾക്കൊള്ളാത്തത്. പക്ഷെ ഞാൻ തോന്നുന്നു എനിക്ക് നേരെ ഇൻഫ്ലുവൻസേഴ്സ് മേഖലയിലേക്ക് വരാം എന്നുള്ളൊരു തോന്നലാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻഫ്ലുവൻസർമാർക്കിടയിൽ. അത് പരിഹരിക്കണമെന്ന് ഓരോ ഇൻഫ്ലുവൻസർമാർ ആഗ്രഹിക്കുന്നത്. പല പരിപാടി കവർ ചെയ്യാൻ പോകുമ്പോൾ പോലും അവരെ മർദ്ദിക്കുക, കാരണമില്ലാതെ അവരെ ഉപദ്രവിക്കുക, അവരെ തല്ലിക്കഴിഞ്ഞാല് ആരും വരില്ല എന്നുള്ള ഒരിത്. റീസെന്റ് ആയിട്ട് ഇതിലെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തി കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി വ്ളോഗ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെതിരെ എന്ത് നീക്കമാണ് ഈ കമ്മ്യൂണിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അന്ന് ആ കോള് വന്ന സമയത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചായിരുന്നു. ഉണ്ണിയോട് ഞാൻ ചോദിച്ചു, എന്താ ചെയ്തു തരുന്നത് ചോദിച്ചു. അപ്പൊ നമുക്ക് കോള് വിളിച്ചാളെ പോയി മർദ്ദിക്കുന്ന സ്വഭാവം നമുക്കില്ല. അപ്പൊ അയാൾക്ക് നിയമപരമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല. ആ സംഭാഷണം നമ്മൾ പരിശോധിച്ചു, അതിലെ നിയമവശങ്ങളും നോക്കി. അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞത്, നിലവിൽ ഇടപെടേണ്ടതില്ല, ഇപ്പൊ ആവശ്യമില്ല. സോ അയാളുടെ താല്പര്യമാണ്. അയാൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലതായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അയാൾ എടുത്തത്. അതുകൊണ്ട് ഇടപെട്ടില്ല. പിന്നെ അയാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ വളരെ നല്ലൊരു തീരുമാനമാണ് പറഞ്ഞത്. ഞാനിങ്ങനെ സംസാരിച്ചു, അത് അയാൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിച്ചു. ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ക്രൈറ്റീരിയാണ് ഇൻഫ്ലുവൻസർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇതില് കുറെ ആൾക്കാരെ പേര് നേടിയതെന്ന് കണ്ടിട്ടില്ല. ഇപ്പൊ ഡോക്ടർ റോബിന് ഒരു ഇൻഫ്ലുവൻസ് അവാർഡൊക്കെ കിട്ടിയിട്ട് പ്രൈവറ്റ് അവാർഡിലൊക്കെ മെൻഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ റോബിന് എന്തൊരു പേര് മെൻഷൻ ചെയ്യുന്നില്ല, അഖിൽമാരാരെ മെൻഷൻ ചെയ്യുന്നില്ല. എന്ത് ക്രൈറ്റീരിയാണ് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലുവൻസർ? ഡോക്ടർ റോബിനും അഖിൽമാരാറും മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടില്ല. അത് അപേക്ഷിക്കാത്തടത്തോളം ഡോക്ടർ റോബിന് കൊടുക്കൂല, മാരാറിന് കൊടുക്കൂല. മെമ്പർഷിപ്പിന് അപേക്ഷിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുക. ഡോക്ടർ റോബിൻ ഒരു സൈഡിലുണ്ടെന്നോ അഖിൽമാരാർ ഒരു സൈഡിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂല. മെമ്പർഷിപ്പിന് അപേക്ഷിക്കണം. ഒരു സംഘടനയ്ക്ക് മെമ്പർഷിപ്പിന് അപേക്ഷിക്കണ്ടേ? ഓക്കെ. ഈ സംഘടന തുടങ്ങിയതിന് ശേഷം എല്ലാവരും ഇങ്ങോട്ട് വന്നതാണോ, അത് അങ്ങോട്ട് ഇങ്ങനെ സംഘടന തുടങ്ങിയിട്ട് അങ്ങോട്ട്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ അങ്ങോട്ട് സമീപിക്കുന്നുണ്ടായിരുന്നു എന്താ ചോദിക്കുന്നത്? അതായത് അങ്ങോട്ടേക്ക് സമീപിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമീപിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അബാദിന്റെ പരിപാടി വരെ അങ്ങനെയായിരുന്നു. നമ്മൾ ആശയം പറയണല്ലോ, അബാദിന്റെ പരിപാടി ഫൈനലാണ്. അത് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വർഷമാണ്. അതുകൊണ്ട് അതിനുശേഷം പിന്നെ ആരെയും സമീപിക്കാൻ കാര്യങ്ങൾ പറയാതെ പോയിട്ടില്ല. ആൾക്കാർ ഇങ്ങോട്ടേക്കാൾ വരാറില്ല. എല്ലാവരും തുടക്കത്തിലുണ്ടായിരുന്ന സമീപിക്കുന്നുണ്ടായിരുന്ന കൂട്ടത്തിൽ അഖിൽമാരാർ ഡോക്ടർ റോബിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് അവര് പല വിഷയങ്ങളിലുമായിട്ട് മാറി നിൽക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് ടൈമിൽ റോബിനുള്ളത് ബിഗ് ബോസിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിൽമാരാറ് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല. പല കാരണം നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമല്ലേ അഖിലും റോബിനും ഒക്കെ നമ്മുടെ ഭാഗമാവുക, അവർ വരിക എന്നുള്ള സന്തോഷമില്ല. പക്ഷെ ഇനി നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആരെയും ക്ഷണിക്കാനോ പിടിക്കാനോ പോകുന്നില്ല. എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾക്ക് കഴിവിന്റെ പരമാവധി പ്രചരണങ്ങൾ നടത്തും. ഇനി ഇപ്പൊ നമുക്ക് 1160 ഇൻഫ്ലുവൻസർമാരാണ് മെമ്പർഷിപ്പിന് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ കൊടുത്തത് 117 ആൾക്കാർക്കാണ്. തുടങ്ങിയ ഫസ്റ്റ് മീറ്റപ്പ് അല്ല ഇത് അഞ്ചാമത്തെ മീറ്റപ്പ്. ഓക്കെ. എല്ലാരും കൂടിയിട്ടുള്ള ഗ്രാൻഡ് മീറ്റപ്പ്. ഫസ്റ്റ് മീറ്റപ്പ് കാസർഗോഡായിരുന്നു. സെക്കൻഡ് മീറ്റപ്പ് ഇതിന് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മീറ്റപ്പ് കാസർഗോഡായിരുന്നു, സെക്കൻഡ് മീറ്റപ്പ് കണ്ണൂരിലാണ്, തേർഡ് മീറ്റപ്പ് കോഴിക്കോടാണ്, ഫോർത്ത് മീറ്റപ്പാണ് അബാദിൽ. ഇതിൽ ഇൻവൈറ്റ് ചെയ്ത് എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്ക് M4 എത്തിയില്ല, ഷദാം എത്തിയില്ല. അവർ വ്യക്തമായി കാരണം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പല കാരണങ്ങളിൽ ഇവിടെ വരാൻ പറ്റാത്തതാണ്. കാരണം ഷദാം ഔട്ടാണുള്ളത്. KLB ജൂബറോ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ. അദ്ദേഹം അവിടുന്ന് വീഡിയോ അയച്ചു, അത് ഇവിടെ പ്ലേ ചെയ്തു. പിന്നെ ഇതൊരു സംഘടനാ സംവിധാനമാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. എല്ലാവരും ഇതിൽ കയറി പ്രവർത്തിച്ചോളൊന്നുമില്ല. പണിയെടുക്കേണ്ടി വരും.
അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ മാത്രം. നിക്ലോസ് വന്നിട്ടില്ല, അശ്വന്ത് കോക്ക് വന്നിട്ടില്ല, അവരൊക്കെ അശ്വന്ത് കോക്കിന്റെ ഒരു വിഷയമാണ്. അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്താണ്. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പക്ഷെ വരാൻ പറ്റാം. അപ്പൊ അദ്ദേഹം വിളിച്ചിരുന്നു, നമ്മൾ സംസാരിച്ചത്. നിക്ലോക്സിനും ഇതേപോലെ ഒരു, കാരണം ഇതൊക്കെ ഇൻഫ്ലുവൻസർമാരല്ലേ, അവർക്ക് ഏതെങ്കിലും ഒരു ആഡോ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷെ നിക്കൊക്കെ കഴിഞ്ഞതിനൊക്കെ സജീവമായിട്ടുണ്ട് ആളല്ലേ. നിക്കിനോട് സംസാരിക്കുകയും നിക്കുമായിട്ട് നല്ല ബന്ധമാണ് സംഘടനകൾ. അശ്വന്ത് കോക്ക് മുന്നത്തെ മീറ്റപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അബാദിന്റെ പരിപാടിയിലൊക്കെ ഈ സഞ്ജു ടെക്കി ഇതിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സഞ്ജു ടെക്കി അബാദിന്റെ പ്രോഗ്രാമിൽ വന്നിരുന്നു. അപ്പൊ അബാദിന്റെ പ്രോഗ്രാമിൽ സഞ്ജു ടെക്കി നമ്മുടെ ഭാഗമായിരുന്നു, പക്ഷെ മെമ്പറല്ല. സഞ്ജു ടെക്കി മെമ്പറല്ല. അപ്പൊ സഞ്ജു ടെക്കിയുടെ കേസ് തന്നെ, സഞ്ജു ടെക്കി ഒരു ഒഫൻസ് ചെയ്തുള്ളത് ശരിയാണ്. അതിനുശേഷം ആൾക്കെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പറ്റോ? എന്താണ് ഇവിടെ ഒരു ഡോക്ടർ, ഒരു IAS ഓഫീസർ വെങ്കിട്ടരാമൻ അറിയില്ലേ, അയാൾ കാർ അടിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്നു. അയാളിപ്പോ എവിടെയുള്ള സർവീസിലാണ് ഉള്ള അയാൾ സർക്കാരിന്റെ സർവീസിലാണ് നിൽക്കുന്നുള്ളത്. സഞ്ജു ചെയ്തതിനെ ന്യായീകരിക്കല്ല, സഞ്ജു ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഗ്രൂപ്പിലിട്ട്. സഞ്ജുവിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്നുമാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് സഞ്ജുവിനെതിരെ നടന്നിട്ടുള്ള കാര്യം അതെന്താണിത്? ഒരു വേട്ടയാടൽ തന്നെ നടത്തിയില്ലേ? MVD ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ? വെങ്കിട്ടരാമന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ലൈസൻസ് അയാൾക്ക് കൊടുക്കാതിരിക്കുക, അയാളെ കാർ ഓടിക്കാനേ ജീവിതത്തിൽ പാടില്ല. എത്ര വലിയ അപകടമാണ് സംഭവിച്ചത്? ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇല്ലാണ്ടായത്. അതിന്റെ ഇൻഫ്ലുവൻസർ വരുമ്പോ ഒരു വിഷയവും ബാക്കിയുള്ളവർ വരുമ്പോ വേറൊരു വിഷയവും നടക്കുന്ന കാര്യമല്ല. എത്ര പ്രശ്നങ്ങൾ ഇൻഫ്ലുവൻസർമാർ നേരിടുന്നുണ്ട്. എത്ര പെൺകുട്ടികളുടെ മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വെബ്സൈറ്റിൽ പ്രചരിക്കുന്നുള്ളത്. basic.com എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഇൻഫ്ലുവൻസർമാരുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചിത്രങ്ങൾ കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് 3 കൊല്ലം മുമ്പ് പരാതി കൊടുത്തവര് ഒരു നടപടിയില്ല. എന്നിട്ട് കിക്കാണ് ഇടപെടുന്നത് 3 കൊല്ലത്തിന് ശേഷം, സംഘടന രൂപീകരിച്ചതിന് ശേഷം. 3 കൊല്ലത്തിന് ശേഷം ഞങ്ങളുടെ ഇടപെടില്ല, കേസെടുത്ത് 2 ഫോൺ പിടിച്ചിട്ടുണ്ട്, കോടതിയിലാണ്. കിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ കിക്ക് എന്ന് പറയുന്ന ആശയം ഞാൻ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? സാഹിത്യത്തിലേക്ക് വന്നത് സായിക്ക് വേണ്ടിയിട്ടാണ്. മൊയ്നുക്കോ നിക്കോ ഷദാമോ ആര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? എന്റെ നിലനിൽപ്പ്, ബാക്കിയുള്ളവരുടെ നിലനിൽപ്പ്, എല്ലാവരും നിലനിൽപ്പ്.